കർണാടകയിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായി 14 വീതം മണ്ഡലങ്ങളിലായി 28 മണ്ഡലങ്ങളിലാണ് ആകെ പോളിംഗ് നടന്നത്. പോളിംഗിന് മുമ്പായി വിവിധ ഏജൻസികൾ നടത്തിയ അഭിപ്രായ സർവേകൾ BJP ദൾ സഖ്യത്തിന് വൻ ഭൂരിപക്ഷമാണ് പ്രവചിച്ചത്. എന്നാൽ കർണാടകയിലെ ഒരു സ്വതന്ത്ര ഏജൻസിയായ eDina.com നടത്തിയ സർവേയിൽ കോൺഗ്രസിന് അഭൂതപൂർവമായ വിജയം പ്രവചിച്ചിരിക്കുകയാണ്. 28-ൽ 20 സീറ്റുകൾ വരെ കോൺഗ്രസ് അനായാസേന നേടുമെന്നാണ് പോർട്ടൽ പ്രവചിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയിരുന്നു. ഇക്കുറി പാർട്ടിക്ക് 46.41% വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏപ്രിൽ 26-ന് ആദ്യഘട്ട പോളിംഗ് നടന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ eDina.com നടത്തിയ പ്രവചനങ്ങൾ കണിശമായിരുന്നു. അന്ന് കോൺഗ്രസ് 135 സീറ്റ് നേടുമെന്നായിരുന്നു പ്രവചനം. റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് 136 സീറ്റുകൾ നേടി അധികാരം പിടിച്ചെടുത്തു. ചരിത്രപരമായ ഒരു അട്ടിമറി ഇത്തവണ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാകുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കർണാടകയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന ദേശീയ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്കാണ് വോട്ടർമാർ വോട്ട് ചെയ്യുകയെന്നും അതിന് കാരണമായത് ഗ്യാരണ്ടികൾ വിട്ട് അതിതീവ്ര വർഗീയ പ്രചരണത്തിലേക്ക് BJPയും മോദിയും മാറിയതാണെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉത്തര കർണാടകയിൽ ലിംഗായത്ത് ആധിപത്യം എന്നതൊക്കെ വെറും കെട്ടുകഥ മാത്രമാണെന്നാണ് വിലയിരുത്തൽ. വോട്ടർമാരിൽ 85 മുതൽ 89% വരെ പേർക്കും മുഖ്യ വിഷയം വിലക്കയറ്റമാണെന്നും അതിന് കാരണക്കാർ BJP ആണെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോകളേക്കാൾ NDAയെ തകർക്കുക വർഗീയ ജാതീയ ധ്രുവീകരണത്തിനെതിരായ ജനവികാരമായിരിക്കും. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതിനകം ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതിന് വലിയൊരു കാരണം. കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുന്നവരിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ്. അത് 3% 11% എന്നതാണ് ചോദ്യം. വനിതാ വോട്ടർമാർ അവരുടെ രാഷ്ട്രീയ ചായ്വ് പൂർണ്ണമായും വെളിപ്പെടുത്താറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ കർണാടക സർക്കാർ പാലിച്ചതിന്റെ ആഭിമുഖ്യം അവർ വോട്ടിംഗിൽ പ്രകടിപ്പിച്ചാൽ കോൺഗ്രസിന് 20-ലേറെ സീറ്റുകൾ കിട്ടും. അത് തിരിച്ചായാൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം 9 മുതൽ 13 വരെ എണ്ണത്തിൽ ചുരുങ്ങും. ഉത്തര കർണാടകയെ അപേക്ഷിച്ച് ദക്ഷിണ കർണാടകയിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സീറ്റുകൾ കൂടുതലുള്ളത്. ഉത്തര കർണാടകയിലെ 3-4 സീറ്റുകൾ ഒഴിച്ച് ബാക്കി സീറ്റുകളിൽ കോൺഗ്രസിനാണ് മുൻതൂക്കമെന്നാണ് പ്രവചനം.